ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളിന്നൊരു പുതിയ മൂവി റിവ്യൂമായിട്ട് വന്നിരിക്കുന്നത് ഉറി സംവിധാനം ചെയ്ത ആദിത്യധറിന്റെ ഏറ്റവും പുതിയ സിനിമ ദുരന്തർ. ആക്ച്വലി ഈ മൂവി റിലീസായിട്ട് കുറച്ചായി. നമ്മുടെ കോട്ടയത്ത് പർട്ടിക്കുലറായിട്ട് റിലീസൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസായത്. ഇപ്പം ഇറങ്ങിയ പാടെ നമ്മൾ കാണാൻ പോയി. പടം അടിപൊളിയാണ്. സിനിമയിലേക്ക് നോക്കുമ്പോൾ എടുത്തു വരേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ഒരു ഹ്യൂജ് കാസ്റ്റിംഗ് തന്നെയാണ്. അതും ഇംപ്രസീവ് ആയിട്ട് ആൾക്കാർ, രൺവീർ സിംഗ്, ആർ മാധവൻ, അർജുൻ റംബാൽ, അക്ഷയ് ഖന്ന, സഞ്ജിത്ത് എന്ന് നീളുന്ന ഒരു വലിയൊരു കാസ്റ്റിംഗ് തന്നെയാണ് സിനിമയിലുള്ളത്. ബേസിക്കലി ഈ സിനിമ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. സിനിമയുടെ ദൈർഘ്യം 3.5 മണിക്കൂറോളം ഉണ്ട്. എങ്കിലും നമുക്ക് യാതൊരുവിധ ലാഗോ ഒന്നും അടിക്കത്തില്ല. നല്ല വൃത്തിക്ക്, നല്ല എൻഗേജ്ഡ് ആയിട്ട് തന്നെ നമുക്ക് സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. സിനിമ ബേസിക്കലി പറയുന്നത് ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിൽ ഒരു മേജർ ഗ്യാങ്ങിൽ പോയി ചേരുകയും പിന്നെ നടക്കുന്ന സംഭവങ്ങളെയാണ് പറയുന്നത്. ഇന്ത്യയിൽ നടന്ന പല ടെറർ അറ്റാക്സ് എങ്ങനെ സംഭവിച്ചു, അതില്ലെങ്കിൽ അതിന് കാരണമായ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. അതിൽ പറയേണ്ട ഒന്നാണ് ഇതിന്റെ എഡിറ്റിംഗ്. റിയൽ ഫുട്ടേജസും സിനിമയെ ഷൂട്ട് ചെയ്ത് രണ്ടും കൂടെ കമ്പൈൽ ചെയ്തിട്ടാണ് ഇവർ സിനിമയിലൂടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മ്യൂസിക്. സത്യം പറഞ്ഞാൽ മ്യൂസിക് ഭയങ്കര രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സൗണ്ട് എഫക്ട്സ് ആയാലും എല്ലാം വളരെ മികച്ചതായിരുന്നു. റെട്രോ ബോളിവുഡ് സോങ്സും അതേപോലെ തന്നെ ഈ പുതിയ സോങ്സും വെച്ച് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പരിപാടിയായിരുന്നു. പല സ്ഥലത്തും നമുക്ക് ഗൂസ് ബംസ് ഒക്കെ അടിക്കുന്ന ഒരു മൊമെന്റ്സ് ഉണ്ട്. അക്ഷയ് ഖന്നയുടെ ഒരു റീ എൻട്രി പോലെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഈ അടുത്തിടെ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ കണ്ടപ്പം ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. ഒരു സ്പൈ ആക്ഷൻ മൂവി ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻസും സ്റ്റൺസും ഒക്കെ നമുക്ക് സിനിമയിലുടനീളം കാണാൻ പറ്റും. ഫൈറ്റ്സ് ഒക്കെ നല്ല ബ്രൂട്ടലാണ്, ഗോറി, ഭയങ്കര ഡാർക്ക് പിടിച്ച പരിപാടിയാണ് ആക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. റീസെന്റ് നമ്മൾ പോലും YRFന്റെ സ്പൈ യൂണിവേഴ്സ് മൂവീസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു സ്പൈ ആക്ഷൻ മൂവി എടുക്കണമെന്ന് ആദിത്യധർ കാണിച്ചു തരുന്നത്. ഒരു സംവിധാനം ചെയ്ത ഡയറക്ടറുടെ പുതിയ സിനിമയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനിലായിരുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് ഇതിന്റെ ബഡ്ജറ്റും. ആ ബഡ്ജറ്റ് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സിനിമ പലയിടത്തൊന്നും റിലീസ് ആയിട്ടില്ല. ചില കൺട്രീസിൽ ഇത് ബാൻഡ് ആണ് എന്നൊക്കെ കേട്ടത്. നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒരു തിയേറ്റർ സ്റ്റെപ്പ് തന്നെയാണ് സിനിമ. ബോളിവുഡ് റീസെന്റ് കുറെ നാളായിട്ട് ഒരു ഭയങ്കര ബോർ സിനിമകളാണ് തന്നുകൊണ്ടിരുന്നത്. ഒറിജിനൽ ഐഡിയ എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുരന്തർ റിലീസ് ആവുന്നത്. ആക്ച്വലി ഇത് ബോളിവുഡിന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കുറെ നാളുകൂടിയാണ് നല്ല ഒരു ബോളിവുഡ് സിനിമ വരുന്നത്. ഇത്ര നാളും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും പിന്നെ കുറെ എണ്ണത്തിന്റെ സ്പൂഫും അങ്ങനെയായിട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു മൂവി കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ തരുന്നത്. ഇതിനൊരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് ഇട്ടിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് പാർട്ട് മാർച്ചിൽ റിലീസ് ആവുന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരയ്ക്കും